നമ്മുടെ വെബ് ഡിസൈനിങ് ചാലഞ്ചിൻ്റെ വീഡിയോ ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു. ആ സമയത്ത് എന്താ പറയുക, കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ ഷൂട്ടിലാണല്ലോ, ഇവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ഓൾറെഡി ലൈവിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ്, ഒരു ഫീഡ്ബാക്ക്, കുറേ ദിവസമായിട്ട് നല്ല ഫീഡ്ബാക്കുകളായിട്ട് നല്ല രീതിയിൽ നമ്മൾ പോകുമായിരുന്നു. ഇപ്പോൾ നല്ല അതിന് സുന്ദരമായൊരു ഫീഡ്ബാക്ക് വന്നു. ഫീഡ്ബാക്കിന് നമ്മളൊരു മറുപടി പറയാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഫീഡ്ബാക്ക് അതൊന്ന് വായിക്കാം. ഒരു റൂബൽ തോമസ് എന്നുള്ള ഒരു എളിയ സഹോദരൻ്റെ ഫീഡ്ബാക്കാണ്. സുഹൃത്തെ, ഇതിവിടെ പഠിക്കാൻ വരുന്നവ ഇതിനെപ്പറ്റി വലിയ പിടിയില്ലാത്തവരാണ്. സോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ടാൽ വ്യൂ, സബ്സ്ക്രിപ്ഷൻ, ലൈക്ക് എല്ലാം കിട്ടും, യൂട്യൂബ് വരുമാനവും കിട്ടും. പക്ഷേ ഇതിലെ 99% കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യം മനഃപൂർവ്വം പറയാതെ ഇരിക്കുന്നതും, പല ലിങ്കുകളും അറ്റാച്ച് ചെയ്യാത്തതും, പിന്നെ നിങ്ങളുടെ വീഡിയോസ് കണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് പക്ക ആക്കിയിട്ട് ഞങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് രണ്ടാമത്തെ വീഡിയോ കാണിച്ച് വ്യൂ കൂട്ടി കാശുണ്ടാക്കുന്നതിലും ഭേദം നീയൊക്കെ ഏതെങ്കിലും MNC കമ്പനിയിൽ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്ക്. പിന്നെ അതിലും വലിയ ഹൈലൈറ്റ് സാധനമാണ്, പിച്ച എടുക്കുന്നവർക്ക് ഉണ്ട് നിന്നെപ്പോലെ പറ്റിക്കാൻ നടക്കുന്നവരേക്കാൾ അന്തസ്. കോഡിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഫാമിലിയോ ഫ്രണ്ട്സോ ഉള്ളവർ മാത്രം ഈ വീഡിയോസ് കണ്ടു പഠിക്കുക. ഇവന്മാർ തട്ടിപ്പ് ടീംസാണ്, കഷ്ടം. ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേമാതിരിയുള്ള എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് മറുപടി പറയലാണ് എൻ്റെ ഒരു രീതി. നിന്നോടും പറയും, ആരോടും പറയും, ആരായാലും ഇനി ഓൺലൈൻ വിളിച്ചാൽ ഞാൻ തെറി പറയുന്നത് തിരിച്ച് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ചാനലായതുകൊണ്ടും വേണ്ട, ഇത് സിമ്പിളായിട്ട് എടുത്ത് കളയാന്ന് വിചാരിച്ച് വിട്ട സമയത്ത് നമ്മളെ ടീം എല്ലാവരും കൂടി പറഞ്ഞില്ല, ഇതിന് വേണ്ടിയിട്ട് ഇവിടെ രാപ്പകലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിനു വേണ്ടി സപ്പോർട്ടിനും വീട്ടിൽ നിന്നൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 15 അധികം ആൾക്കാരുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട്. നമ്മുടെ ടീം ഇവിടെ കുറച്ച് പേരുണ്ട്, ഷൂട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും കുറേ ആൾക്കാരുണ്ട്. ഇവരെന്നെ വിളിച്ച് പറഞ്ഞു, ഇല്ല ചെയ്യണം, ചെയ്തേ മറുപടി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം എന്നോട് പറയണം. അല്ലാതെ ഞാൻ ഈ സമയമൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് എടാ മരംകൊത്തി മത്തങ്ങ മോറ, ഇത് മനസ്സിലാക്കിക്കോ. നിൻ്റെയൊക്കെ വിചാരം എന്താ? നീ എന്താ വിചാരിക്കണേ? യൂട്യൂബിൽ കുറേ വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുറേ കാശങ്ങ് ലക്ഷങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് നീ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നീക്ക് ഏത് ലോകത്താണ്? നീ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് നോക്ക്, അതിൻ്റെ ഇത് മനസ്സിലാവും. ഒരു ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് വർത്താനം പറഞ്ഞു നോക്ക്, 4 വീഡിയോ ഇട്ട് നോക്ക്, അപ്പോഴൊക്കെ നിൻ്റെ തൊലി ഉരിയും. അതിന് മാത്രം ഇതുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം പോലും, യൂട്യൂബിൻ്റെ വരുമാനം നിനക്കൊക്കെ കാണിച്ചു തരാം. ചെറ്റ വർത്താനം പറഞ്ഞു വരിക ഒരുത്തന്മാർ. ഇത് ലൈഫ് ടൈം ഇങ്കാണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു കൊടുക്കണേ ദിൽഷാദെ. ലൈഫ് ടൈം ഇങ്കാണ് നമുക്ക് കിട്ടിയത്. എത്ര ഡോളറാണ്? $82 ഈ 6 മാസത്തിലേറായിട്ട് ഞങ്ങൾ ഇതിൽ വീഡിയോ എടുത്ത് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഇൻകം. $82 എത്രയെന്ന് കണക്കൂട്ടാ അറിയാം മോന്? എടാ $100 7,000 രൂപ ആവുള്ളൂ. അതിന് താഴോട്ടാണ് ഈ സംഖ്യ. അതിൻ്റെ ടാക്സും അതിൻ്റെ GST കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇത്തിരി പോലെ, അതായത് എൻ്റെ സ്റ്റാഫിൻ്റെ ഏറ്റവും കുറഞ്ഞ സാലറിയുള്ള സ്റ്റാഫിൻ്റെ പകുതി പോട്ടെ. എൻ്റെ സ്റ്റുഡിയോൻ്റെ കറണ്ട് ബില്ല് കൊടുക്കാൻ തികയില്ലത് ഒരു മാസത്തെ. നീ എന്ത് കണ്ടിട്ടാണ് ഈ ക്യാഷ് ഉണ്ടാക്കണ വർത്താനം പറയണ്? നിനക്ക് 100K കോഡിംഗ് ചലഞ്ചിൻ്റെ 10 വീഡിയോ സീരീസ് സ്ക്രിപ്റ്റ് എഴുതി എടുക്കാൻ 1 month എഫേർട്ട് ഉണ്ട്. അത് ഡേ നൈറ്റ്. അതിൻ്റെ 10ാമത്തെ വീഡിയോ നീ ലാസ്റ്റ് കാണണം. ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓരോരുത്തന്മാരെ. ഇവിടെ നിന്ന് ഡേ നൈറ്റ് രാത്രി 2 മണിക്കും 3 മണിക്കും ഷൂട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേര്. ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് ഒരുപാട് ടീമുകളുണ്ട്. നമ്മൾ ഡേ നൈറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് വരെ രാവിലെ റിലീസ് ചെയ്യണമെന്ന് വെച്ചിട്ട് നേരം വെളുക്കോളം ഒറ്റയ്ക്ക് ഇന്ന് റിലീസ് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ഓണൊക്കെ നമ്മൾ തന്നെ വന്നിരുന്ന് ഷൂട്ട് ചെയ്യണ അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് അവസ്ഥയിലാണ് ഷൂട്ട് ചെയ്തത് നിനക്ക്? ഇങ്ങനത്തെ ഒരുപാട് സീരീസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നിനക്കൊക്കെ വേണ്ടിയിട്ട് വിൻഡോസിലും ലിനക്സിലും മാക്കിലും ഡിഫറൻറ്റ് OSൽ ഇനി ഒരു OSൻ്റെ പ്രശ്നം ഉണ്ടാവരുത് വെച്ചിട്ട് മൾട്ടിപ്പിൾ സാധനത്തിൽ ചെയ്തുണ്ടാക്കിയിട്ടാണ് നിനക്ക് തന്നത്. ഇതിന് പുറമെ നമ്മളെ ടീം സപ്പോർട്ട് 100 days, അതായത് 100K കോഡിംഗ് ചലഞ്ച് റിലീസ് ചെയ്ത് നമ്മളെത്ര November 27th സംതിങ് റിലീസ് ചെയ്തിട്ട് February 27th വരെ 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പഠിക്കാൻ പറഞ്ഞ് ഞങ്ങളിത് പുഷ് ചെയ്ത് എല്ലാവരുടെ എത്തിച്ച് ഇതൊക്കെ എത്തിക്കാൻ നിനക്ക് അറിയാം. നിൻ്റെ ഒരു വാക്ക് നാട്ടുകാരിൽ 100 ആൾക്കാരെ എത്തിക്കുക. നിൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് മാക്സിമം 1000 ആൾക്കാർ കാണുമായിരിക്കും. ഒരു 10,000-10,000 ആൾക്കാർ എൻ്റെ അടുത്ത് കോഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും ഇത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ.
അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണി, അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തെങ്കിലും ചെയ്യണം അപ്പോൾ ജീവിതത്തിൽ, അപ്പോൾ മനസ്സിലാവും നിനക്കൊക്കെ. ഈ സാധനം 100 ദിവസം ഞങ്ങൾ സപ്പോർട്ട് ടീം വർക്ക് ചെയ്ത് 10ലേറെ പേര് വർക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിട്ട് അതും കഴിഞ്ഞ് പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീണ്ടും ഞങ്ങൾ വിചാരിച്ച് കോഡിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും കുറേ ആൾക്കാർക്ക് വെച്ചിട്ട് വീണ്ടും ഒരു 10 ദിവസം കൂടി ഞങ്ങൾ ഫുൾ ഡേ ഫ്രീ, രാവിലെ 10 മണിക്ക് ഇരുന്ന് രാത്രി 10 മണി വരെ 12 മണിക്കൂർ നീയൊക്കെ ഒരു പണി എടുത്തിട്ടുണ്ടോ നീയൊക്കെ? 12 മണിക്കൂർ ഇരുന്നിട്ടാണ് ഇത് തീർക്കണത്, രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്നിട്ട്. എന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാണ്, ടെലഗ്രാമിൽ ഇരുന്നിട്ട് മറുപടി എടുത്ത് ഓരോ ഇഷ്യൂസ് ചോദിക്കണ ഇഷ്യൂസിന് മറുപടി കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ 10 ഡേയ്സിൽ ഞങ്ങൾ 4000 പേരെ പഠിപ്പിച്ചത്. 4000 പേരാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ നീ നോക്കി 4000 ഗ്രൂപ്പിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു കൊടുക്കുക ഇവന്, കേട്ടാ ദിൽഷാദ്, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8th ഡേ അല്ലേ, ഇന്ന് 8th ഡേ നടക്കുകയാണ്. ഇതിലും ഏകദേശം 4000 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇവർക്ക് ഞങ്ങൾ രാവിലെ ഒരു 1 hour ഫ്രീ ഡെയിലി 100 ദിവസം പോട്ടെ 10 ദിവസം പോട്ടെ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണേ, ഇതിന് വേണ്ടി ഇരിക്കുകയാണ് ഇവന്മാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 എന്താ പറയുക, ഓരോ ദിവസവും ഡെയിലി 1 hour വെച്ചിട്ട് മറുപടി കൊടുക്കുകയാണ്, ഇവർക്ക് ഹെൽപ്പ് ചെയ്യാണ്. ഇതിന് വേണ്ടി ടീംസിനെ ഇരുത്തുകയാണ്, എന്നിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കൊക്കെ ചൊറിച്ചിൽ. പിന്നെ 99% കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സാധനം എസ്കേപ്പ് അടിച്ച് മുക്കി എന്നൊക്കെ പറഞ്ഞാണ്ട് നീ ഡയലോഗ് അടിച്ചല്ലോ. എടാ എല്ലാ വോയിസിലും എല്ലാ രീതിയിലും മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒക്കെ എക്ലിപ്സും ടൂളൊക്കെ കണ്ടെത്തി ഒരുപാട് ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം, 3ന് സപ്പോർട്ട് ചെയ്യാൻ ടൂൾ കിട്ടണമെങ്കിൽ. എന്നിട്ട് അതൊക്കെ ചെയ്ത് നോക്കി റെഡി ആക്കിയിട്ട് നിനക്കൊക്കെ തന്നപ്പോൾ അതിൽ ചെറിയ 1-2 ബഗ് ഉണ്ടാവും, അതും ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് വീണ്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞങ്ങൾ വേറെ വീഡിയോ എടുത്തിട്ട്, അതൊന്നും ചാനലിലിട്ട വീഡിയോ അല്ല, പബ്ലിക് വ്യൂ ഇല്ലാത്ത വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വീഡിയോ ഇട്ട് തന്നിട്ട് അതിനൊന്നും ഒരു ഉറുപ്പ്യ കിട്ടൂല. എന്നിട്ട് അങ്ങനത്തെ ഉള്ള വീഡിയോസിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇമാതിരി വർത്താനം പറഞ്ഞു വരുന്നത് നീയൊന്നും. ഇനി നീ MNC കമ്പനി പോയി ജോലി ചെയ്യണ കാര്യം പറഞ്ഞല്ലോ. എടാ 2 ലക്ഷത്തിന് പുറത്ത് സാലറിയിൽ മന്ത്ലി ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്, ഇത് നിർത്തിയിട്ട് വന്നത്. നീയൊക്കെ പറയണ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, വർഷത്തിൽ കിട്ടണ എൻ്റെ 10% ഇൻകം ഉള്ളായിരുന്നു. അത്രയും ലെവല് ഇൻകം ഉള്ളു യൂട്യൂബിൽ നിന്ന് കിട്ടും. യൂട്യൂബിൻ്റെ ഇൻകം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം ഒന്നല്ല, അത് വലിയ ദാരിദ്ര്യമാണ്. എടാ എനിക്ക് ഒരു ദിവസം ഒരു 10 കോൾ ചെയ്താലേ 10 ക്ലയൻസിനെ വിളിച്ച് സംസാരിച്ചാലേ എനിക്ക് കിട്ടും ഇതിലും വലിയ ഇൻകം. നീ എന്നാൽ ആദ്യം മനസ്സിലാക്ക്. അതിൻ്റെയൊക്കെ ഒരു 10% പോലും ആവില്ല യൂട്യൂബിൽ നിന്ന് ഒരു വർഷം കിട്ടണ ഇൻകം. ഒന്ന് മനസ്സിലാക്കിക്കോ. നീ അന്തസ്സിനെ കുറിച്ച് പഠിപ്പിക്കണ്. എടാ ഇത്ര ക്വാളിറ്റിയിലൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ മിനിമം ക്യാമറ വയ്ക്കണം. നിനക്കതറിയോ? അതിൻ്റെ ലൈറ്റും അതിൻ്റെ സെറ്റപ്പും. ഈ സ്റ്റുഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ബോർഡിൻ്റെ മുന്നിൽ പോയിരുന്ന ഒരു നേരം വരെ ക്ലാസ് എടുക്കുക, പിന്നെ ഇവിടെ വന്നിട്ട് നേരെ ഇവിടെ ഇവിടെ ബ്ലൂ സ്ക്രീനിൽ ഇരുന്ന് ക്ലാസ് എടുക്കുക. നല്ല റിസ്ക്കാണ്. അതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യിപ്പിച്ച് നല്ല FCP പോലെ ടൂളൊക്കെ മേടിച്ച് 10-25,000 രൂപ പർച്ചേസ് ചെയ്യാൻ കൊടുക്കണം FCP ടൂളിന്. മോൻ അറിയോ? പിന്നെ നീ പറഞ്ഞ് പിച്ചെടുക്കാൻ. എടാ ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന ഈ വീഡിയോ കണ്ടിട്ട് വല്ലതും പഠിച്ച് നന്നാവാൻ നോക്ക്. ഇതിലേതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നന്നാവാൻ നോക്ക്. അല്ലാതെ വേറെ ആരെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അതിൽ കൊണ്ടുപോയി ചൊറിഞ്ഞ് ഓനെ കുറ്റം പറഞ്ഞ് ഒരു വകേൻ്റെ ഒരു ഉപകാരം നാട്ടിലും വീട്ടുകാർക്കും കൊടുക്കാതെ ഇങ്ങനെ നടക്കണേലും നല്ലത് പോയി ആത്മഹത്യ ചെയ്തോളാം നിനക്കൊക്കെ. എടാ പിന്നെ നീ ഈ ചാനലിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണെന്നുള്ള രീതിയിൽ ഡയലോഗ് അടിച്ചല്ലോ. എടാ ഈ ചാനലിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ പല ഡിഫറെൻറ്റ് പ്രൊഫൈലിൽ ബിൽഡ് ചെയ്ത് പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ ഒരു കാലത്ത് ടെക്ക് പഠിക്കാൻ ആഗ്രഹമായിട്ട് പറ്റിയിട്ടില്ല. അതിനുള്ള ഇൻപുട്സോ അതിനുള്ള നോളജോ അതിനുള്ള കാര്യങ്ങളോ കോളേജിൽ നിന്നോ നാട്ടിൽ നിന്നോ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിൻ്റെ സന്തോഷം അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ചാനലിൽ. അതിപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച അഭിപ്രായം പറയണ പല രാജ്യങ്ങൾ, റഷ്യയിൽ നിന്നായിക്കോട്ടെ, US നിന്നായിക്കോട്ടെ, UK നിന്നായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രവാസികൾ ഈ സമയത്തിന് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ കോളേജ് പഠിച്ചിട്ട് മനസ്സിലാവാത്ത ഈ കാര്യം കണ്ടിട്ട് മനസ്സിലായി ചെയ്യാൻ തുടങ്ങി, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവർക്കുള്ള ഇൻപുട്സ് ഞാൻ ലൈവിൽ വന്നിട്ട് അവരുടെ ലൈഫ് എന്ത് സെറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. നീ 2 ലൈവൊക്കെ ഇരുന്ന് കാണ്, അപ്പം നിനക്ക് മനസ്സിലാവും. അല്ലെ 2 ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് നോക്കിയിട്ട് ഞാൻ കോമൺ ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുത്തതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വീഡിയോസ് ഇട്ടാണ്ട് അതും അൺലിസ്റ്റഡ് ആക്കിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണ്. നിൻ്റെ എറർ ഫിക്സ് ആവും. നിനക്ക് ഫിക്സ് ചെയ്യാത്ത എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ. പിന്നെ ഈ രീതിയിൽ ഞാൻ വളരെ മാന്യമായിട്ട് മറുപടി പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചാനലിൽ പല നാട്ടിൽ നിന്നുള്ള പല ആൾക്കാർ, പല ഫാമിലി അടക്കം ഒരുപാട് പേര് ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നിന്നോട് മറുപടി പറയണത്.
ഇനി എന്നെക്കൊണ്ട് ഇതിന് മറുപടി അറിയിപ്പിക്കും. ഞാൻ ഇതിന് പറയാനിരിക്കണില്ല. നിന്നെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരു മനുഷ്യൻ നന്നാവണത്, ഒരു ഉറുപ്പയ്ക്ക് നന്നാവണതിന് റെസ്പെക്റ്റും ചെയ്യൂല, എന്നാൽ നന്നാവാനും സമ്മതിക്കാത്ത കുറേ എണ്ണം ഉണ്ട്. നിനക്ക് ഒരു 10 ഉറുപ്പ്യ ഉണ്ടാക്കണ ജീവിതത്തിൽ, അപ്പം നിനക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഒരു കാര്യം. ഇത് ഞാൻ പറയണതല്ല, നീ എൻ്റെ വീഡിയോ അല്ലേ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്ക്, സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റുകൾ എടുത്ത് നോക്ക്, എന്താണ് അവർ പറയണത്, അവരുടെ ജീവിതം എങ്ങനെ മാറിയെന്നാണ് പറയണതെന്നുള്ളത്. ഇവിടെയൊക്കെ രക്ഷപ്പെടാൻ വരുന്നവരാണ് നമ്മുടെ മലയാളികൾ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് പ്രവാസികളൊക്കെ ഒരുപാട് നാട്ടിലോട്ട് വരികയാണ്. ഇവിടെ ഇവർക്കൊക്കെ തൊഴിൽ വേണം, സ്കില്ല് വേണം, ഇവർക്കൊക്കെ ജീവിക്കണം. ഈ ഉദ്ദേശമൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജീവിതത്തിൽ നീ ചിന്തിച്ചിട്ടുണ്ട്? ഈ മലയാളികളെ രക്ഷപ്പെടുത്താൻ എന്താ വഴിന്ന്? മനുഷ്യൻ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ മനുഷ്യന് എന്തെങ്കിലും നോളജ് വേണം. നോളജ് ഉണ്ടാവണമെങ്കിൽ വല്ലവരും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർ കുറച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്, അല്ല ചൊറിയലല്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുക. റൂബിളെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞുതരാം. നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ നിൻ്റെ പരിപാടി നോക്കുക. അല്ലാതെ ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്, അവരിരുന്ന് കണ്ടോട്ടെ.